എന്റെ മൂത്ത പെങ്ങളെ കറക്കിയെടുത്ത മൂത്ത കുന്നത്ത് വിക്രമാദിത്യവർമ്മ ഉണ്ടോടാ ഇവിടെ? ദുർമന്ത്രവാദവും കൂടോത്രവും ചെയ്ത് കണക്കി നിൽക്കാനേ ചന്ദ്രമംഗലത്തുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ തറവാടികളാണ്. നേരിൽ ചെന്ന് കണക്കി തീർക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കണ്ണടച്ചിരുന്ന് ദുർമന്ത്രവാദം ചെയ്യാതെ കണ്ണു തുറന്നിറങ്ങി വാടാ. എനിക്കറിയാമടാ നിന്റെ കണ്ണിപ്പ തുറന്നു കാണുമെന്ന്. മന്ത്രവാദം മതിയാക്കി ഇറങ്ങി വാടാ പട്ടി. കുട്ടിമാളു വിളിച്ചിരുന്നോ? ഭൂമുഖത്തേതോ തെണ്ടിപ്പട്ടി കയറിയുണ്ട്. അത് പുരയ്ക്കാതെറിയിട്ട് നേരെ കുറിച്ചായി. അനുജൻ രാമവർമ്മയാണെന്നാ തോന്നുന്നു. ആ പട്ടി തന്നെയാണ് ഈ പട്ടിയും. അധർവം പഠിച്ച് വഴിപിടിച്ച വിക്രമാദിത്യവർമ്മയെ മൂത്തകുന്നത്തുകാർ തറവാട്ടിന്ന് തല്ലിയിറക്കിയതും തെണ്ടിത്തിരിഞ്ഞു വന്ന് ചന്ദ്രമംഗലത്തെ തൊഴുത്തിൽ കയറി കിടന്നുറങ്ങിയ കഥയും നിനക്ക് ഓർമ്മയുണ്ടോടാ? അതോ പാണനെ കൊണ്ടുവന്ന് ഈ വീട്ടുമുറ്റത്ത് തീർത്ത് ഞാൻ പാടിക്കണോ? എങ്കിൽ താൻ ഒരു കാര്യം കൂടി കേട്ടോളൂ. ഈ മൂത്തകുന്നം തറവാട്ടിലെ തിരുമേനിമാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് രാത്രിയാകുന്നത് മാറ്റി വയ്ക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാമോ? വിശന്ന് വലത് ഈ തറവാടിന്റെ മുന്നിൽ വന്നു നിന്ന് കുറയ്ക്കുന്ന പട്ടിക്ക് കൊടുക്കാൻ. എന്നാ നക്കിച്ചെന്ന് വാലുവാട്ടിട്ട് കുറയ്ക്കാതെ പോടാ പട്ടി. നിൽക്കണവിടെ. വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ടുമുറ്റത്തെ മൂവണ്ടമ്മാവിൽ നിന്നെ കെട്ടിയിട്ട് തല്ലാൻ ഉപയോഗിച്ച ചാട്ടവാറാണ് ഇത്. എന്നിത് നിന്റെ മകൻ പുരുഷോത്തമനുള്ളതാണ്. നിന്നെ കെട്ടിയിട്ട മൂവണ്ടമ്മാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇറക്കി വിടാ നിന്റെ മോനെ. ഈ ചാട്ടവാറിന്റെ ചൂട് അവനും ഒന്നറിയട്ടെ. അന്ന് നീ എനിക്കേൽപ്പിച്ച മുറിവിന്റെ വേദന നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ്ടാ എന്റെ മകനെ ഞാൻ വളർച്ചൊരു ചുടക്കുട്ടിയാക്കിയത്. ആ കഴുത ചുടക്കുട്ടിയോട് പറഞ്ഞേക്ക് സത്യഭാമയെ കാണാൻ ചന്ദ്രമംഗലത്ത് പറമ്പിക്കേറിയാൽ കാല് തൊല്ലി ഓടിക്കുമെന്ന്. വെറുതെ കാണാനല്ലടാവൻ വന്നത്, അവളെ കെട്ടാനാ. എന്റെ പുരുഷനുള്ള യോഗ്യത ഉണ്ടടാ മോനെ പുരുഷോ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. വലിയ തിരുമേനി കാലുകളൊക്കെ കേക്കട്ടെ. കളരി പരമ്പര ദൈവങ്ങളാണ്. മൂത്തകുന്നത്തു ഭഗവതിയാണ്, നാഗമടത്ത് തമ്പുരാട്ടിയാണ്, തച്ചോളി ഉദയനാണ്, ഒരു വടക്കൻ വീരഗാഥയാണ്, കടത്തനാടൻ അമ്പാടിയാണ്. അച്ഛൻ പറഞ്ഞത് സത്യം സത്യം സത്യം. ചേച്ചേ അച്ഛൻ പറഞ്ഞല്ലടാ, നിന്റെ വാഗോട്ട് നീ തന്നെ പറയടാ. ഞാൻ എന്താണ് പറയേണ്ടത്? നീ എന്താ പറഞ്ഞത്? എന്റെ മകൻ നിന്റെ മകളുടെ പിറകെ നടക്കരുതെന്നല്ലേ? നടക്കും. അവൻ അവളുടെ പിറകെ തന്നെ നടക്കും. അവളെ പ്രേമിക്കും. അവളുടെ കഴുത്തിൽ സകലകലാവല്ലഭരായ എന്റെ മകൻ പുരുഷോത്തമൻ താരിയും കെട്ടും. എന്നെ തല്ലാൻ പിടിച്ചു കെട്ടി ആ മൂവാണ്ടമ്മാവ് വെട്ടിയെടുത്ത് അതുകൊണ്ട് തീർത്ത കട്ടിലിൽ നിന്റെ മകളെയും കെട്ടിപ്പിടിച്ച് എന്റെ പുന്നാരങ്ങടന്നുറങ്ങൂടാ. ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് ചന്ദ്രമംഗലത്ത് രാമവർമ്മ എന്ന് പേരിടുകയും ചെയ്യും. ആദ്യ രാത്രിയിൽ എങ്ങനെയാണ് ആരും ഈ കുഞ്ഞ് ജനിക്കുന്നത്? ജനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയമ്മാവൻ അത് മനസ്സിലാകും. ദുർമന്ത്രവാദം ചെയ്ത് എന്റെ മോളെ മയക്കാനെങ്ങാനും ശ്രമിച്ചാൽ നിന്റെ മോന്റെ കൈയും കാലും വെട്ടി നുറുക്കി ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ കത്തിക്കും. നിന്നെയും ഈ മന്ദശിരോമണികളെയും ഇവിടെ വെച്ച് ഇപ്പൊ കത്തിച്ച് ഞാൻ വിളക്കാൻ നിൽക്കറിയാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വലിയ തിരുമേനിയെ കാപ്പിരി മുത്തപ്പന്റെ മന്ത്രം ഉപയോഗിച്ച് തെരുവ് പട്ടിയാക്കി ഈ നാട് മുഴുവൻ ഓടിക്കാം. കാണോ? അയ്യോ വേണ്ടച്ചാ, എന്റെ ഭാര്യയുടെ അച്ഛൻ ഒരു പട്ടിയാകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ കുറിക്കുന്ന ശബ്ദം എന്നെ തോന്നും പറഞ്ഞതാ. നമുക്കിപ്പോ പോവാം. ഒരു ഇതുമേ ഞാൻ കേക്കൂ. ഇവനെ ഞാൻ എന്താ മോനെ? എന്റെ കണ്ണുകൾ ചുമക്കുന്നു. എനിക്ക് അടക്കാൻ കഴിയണില്ല. വേണ്ടടാ മോനെ, വിട്ടുകള. ഞങ്ങൾ കാണും പെണ്ണുമായിട്ട് നീ ഒന്നേ ഉള്ളൂ. നിന്നെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലമ്മേ, എനിക്ക് എന്റെ ദാഹം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പുരുഷോത്തമ സമയമായിട്ടടാ, നിന്റെ ദാഹം അച്ഛനടക്കി തരാടാ. ഇല്ലച്ചോ, കാത്തിരിക്കാൻ വയ്യ. ഇപ്പോഴെന്റെ ദാഹം അടക്കിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. കണ്ടില്ലേ കുട്ടിമാളു, നമ്മുടെ മോന്റെ വീടും ചെയ്യും. ചന്ദ്രമംഗലത്ത് രാമവർമ്മയുടെ ചോര കുടിക്കാതെ ദാഹമാണ്. ചോര കുടിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കിടന്ന് ഒറ്റ വെച്ചെന്റെ തൊണ്ട വരണ്ടു. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഞാനൊരു പെപ്സി പിടിച്ചു വരട്ടെ. എന്താ കുട്ടിയെ ഇത്രയ്ക്കും പ്രാർത്ഥിക്കാൻ? ഒരു സുന്ദര കുട്ടിന് ഭർത്താവായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അല്ലേ? അതെ, ആ പ്രാർത്ഥന ഞാനും കേട്ടു. ആ സുന്ദരക്കുട്ടൻ ഇതാ ഭാമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ചു, ഭാമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് എന്റെ സമ്മതം അറിയിച്ചതായി അച്ഛനോട് പറഞ്ഞോളൂ.
നമ്മുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിക്കാനും പറഞ്ഞോളൂ. രണ്ടും ചേർത്ത് പറഞ്ഞോളൂ. അയ്യടാ ഒരുത്ത് നടക്കുന്നു ഭാവനയെ കെട്ടാൻ. നാവില്ലല്ലോ. നീ ഈ പറഞ്ഞത് ഏട്ടൻ കേട്ടിരുന്നെങ്കിലേ നിന്റെ നാവ് പെഴുതെടുത്തനെ. കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ മൃദംഗ കച്ചേരി മാത്രം കേട്ട് ജീവിക്കുന്ന അമ്മായിമാർക്ക് പുരുഷന്മാരോടൊക്കെ വെറുപ്പാണെന്ന് എനിക്കറിയാം. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. പ്രത്യേകിച്ചും ഉത്തമ പൗരുഷമുള്ള ഈ പുരുഷോത്തമൻ അല്പ തുറന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നതിൽ അമ്മായിമാർക്കൊന്നും തോന്നരുത്. തോന്നിയാലും എനിക്കൊരു ചുക്കുമില്ല. കാരണം ഞാൻ രാജാവാണ്. കണക്കുകളുടെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, ഐ ആം പ്രിൻസ്, രാജാവിന്റെ മകൻ, ദുർമന്ത്രവാദികളുടെ രാജാവ്, സാക്ഷാൽ വിക്രമാദിത്യ വർമ്മയുടെ ഏകമകൻ പുരുഷോത്തമൻ. ഇത് മോഹൻലാൽ ഏതോ സിനിമ പറഞ്ഞല്ലേ? ആയിരിക്കാം. ആമേ, നീ വിഷമിക്കണ്ട. ഈ കാണ്ടാമൃഗങ്ങളുടെ ഇടയിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ ഈ കരുത്തുള്ള കൈകൾ നിന്റെ കൂടെ ഉണ്ടാവും. അത് നടക്കും തോന്നുന്നില്ല. അച്ഛൻ പുരുഷേട്ടന്റെ കൈ വെട്ടിയെടുക്കുന്ന പറഞ്ഞിരിക്കുക. ഈ കൈകൾ വെട്ടാൻ ഒരാളിനി ജനിക്കണം. ആരെതിർത്താലും നമ്മുടെ വിവാഹം നടക്കും. അത് വിധിയാണ്. മാത്രമല്ല, നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ ബുദ്ധിയും ഭാമയുടെ സൗന്ദര്യവുമാണെങ്കിൽ ആ കുഞ്ഞ് ലോകം കീഴടക്കും. നേരെ തിരിച്ചായാലോ? എന്റെ ബുദ്ധിയും പുരുഷേട്ടന്റെ സൗന്ദര്യം കിട്ടിയാൽ പുരുഷന്റെ ക്ഷമ പരിശോധിക്കരുത്. തെറ്റിയാൽ ഞാൻ ആളാകെ മോശമാ. എടാ പുരുഷോത്തമ, അവളുടെ കയ്യിൽ വിടാ. കയ്യിൽ വിടാൻ. കൊച്ചിരുമിനി പാമയുടെ കൈ നോട്. വീട്ടിലെങ്ങനെ എന്ത് ചെയ്യും? കൈ നോട് തരും. എനിക്ക് അവകാശം ഉണ്ടാക്കണം. പുല്ലേ ഞാൻ പിടിച്ചത്. അതിനെന്തിനാ ചൂടാവുന്നത്? അവള് പറഞ്ഞാ പോരെ. നീ ചൂടായതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ വിട്ടത്. എനിക്ക് പിടിക്കണമെന്ന് തോന്നിയപ്പോ പിടിച്ചു, വിടണമെന്ന് തോന്നിയപ്പോ വിട്ടു. തമ്പുരാട്ടിമാര് പോയിക്കോളൂ. പോയിക്കോളൂ. ഷൈൻ ചെയ്തൊക്കെ മതി. മേലിൽ ഇത് ആവർത്തിക്കരുത്. മരിക്കുന്നത് വരെ രണ്ട് കൈ ഉണക്ക ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. ഓടാ നിന്നെ. നീ എന്താ അത് പട്ടീന്നായിരിക്കും. ആരാണ് നീ പട്ടി നോക്കാം? എന്റെ അച്ഛനെയാ ഞാൻ പട്ടീന്ന് വിളിച്ചത്. പഴദേവതയാണ്, മൂത്തകുന്നം മൂത്തപ്പനാണ്. ദുർമന്ത്രവാദം ചെയ്ത് നിന്നെ ഒരു കൊലിച്ചു പട്ടിയാക്കില്ലെങ്കിൽ എന്റെ ഈ പുരുഷോത്തുള്ള പേര് ഞാൻ മാറ്റുവാ. അതാ അല്ല, പേര് മാറ്റിയല്ലോ. വായി നോക്കിയെന്ന് കേട്ടോ. ശരിയാ. ഇവന് ഇന്ന് ഓടാ. ദേഷ്യപ്പെടില്ല എന്ന് വെച്ചാ ഞാൻ ഒരു കാര്യം പറയാം. സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം വന്നു എന്ന് വെച്ച് ഇത്ര കണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, അത് അയച്ചത് ആരാണെന്ന് ആ കുട്ടിക്ക് അറിയൂല. അറിയുമായിരുന്നെങ്കിൽ ഇത്രയും തല്ലു കൊള്ളുമ്പോ പറയായിരുന്നു. ആ കുട്ടിയെ തല്ലിക്കൊല്ലുന്നതല്ല ബുദ്ധി. അത് അയച്ച ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാ ചെയ്യേണ്ടത്. താൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലോ? എന്നാ മനസ്സിലാവുന്ന ഭാഷ തന്നെ പറയാം. പ്രേമലേഖനം അയച്ചത് ആരാണെന്ന് ഭാമക്കുഞ്ഞിന് അറിയാത്തയിടത്തോളം അയച്ചവനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയടൂ. ആരാണവൻ? സത്യഭാമയെ ഞാൻ തന്നെ കെട്ടും എന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ഒരാളില്ലേ ഈ നാട്ടിൽ? അപ്പൊ താൻ പറഞ്ഞു വരുന്നത് സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത് പുരുഷോത്തമനാണെന്നാണോ? ആയിക്കൂടെ. അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, അച്ഛന്റെ അച്ഛനാണ് സത്യം. ഞാനല്ല സത്യഭാമയ്ക്ക് പ്രേമലേഖനം അയച്ചത്. എടാ കരയാതെ. പിന്നെ ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് കരയാതെ പിന്നെ തിരിക്കാൻ കഴിയുമോ? കരയാതിരിക്കണം മോനെ. ഇതൊന്നും താങ്ങാനുള്ള കരുത്തി ലോലഹൃദയത്തിലില്ലമ്മേ. ഒടുക്കത്തെ കരച്ചിലേ. എടാ നീയാണ് കത്ത് കൊടുത്തിരുന്നെങ്കിൽ അച്ഛന് സന്തോഷമായോനെ മോനെ. അപ്പൊ അച്ഛന് സന്തോഷമായല്ലേ? ഞാൻ വിചാരിച്ചു അതിന് നീയല്ലോ കത്ത് കൊടുത്തത്. വേറെ ആമ്പിള്ളേരല്ലേ? എങ്ങനെ ഓടിപ്പോയി വേറൊരു കത്ത് കൊടുത്തിട്ട് വേറൊരു കത്ത് കൊടുക്കാനൊക്കെ വരട്ടെ. കൊടുക്കാത്ത കത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പേര് ഈ നാട്ടുകാരുടെ ഇടയിൽ ചീത്തയാക്കി അവനോട് ഇനി കാര്യം ചെട്ടെന്ന് പറയണം. ഓഹോ, അപ്പൊ അച്ഛനാണ് സത്യഭാമയ്ക്ക് പ്രേമലേഖനം കൊടുത്തത്. അച്ഛനാണ് കൊള്ളാലോ. തല തിരിഞ്ഞവനെ. എന്തു പറഞ്ഞാലും തല തിരിച്ചേ നീ കേൾക്കൂ. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എടാ നാണകന്റെ തിരുവേലി, നാട് മുഴുവൻ നടന്ന് നുണ പറയുന്നത് ആണത്തോലടാ. പറയാനുള്ള എന്റെ മുഖത്ത് നോക്കി പെടാ തീരെ. നിന്റെ മകൾക്ക് പ്രേമലേഖനം കൊടുത്തതേ എന്റെ മകനല്ല. വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൈക്ക് പിടിച്ച് ചങ്കുറ്റത്തോടെ അവൻ ഇറങ്ങിപ്പോവും. പുരുഷനാണവൻ, പൂരം മറന്ന പുരുഷൻ. കണ്ടില്ലേ എന്റെ അമ്മയുടെ പുരുഷത്വം. നിന്റെ മോൾക്ക്
ഒരുപാട് ആളുകൾ ഹോൾസെയിലായി പ്രേമലേഖനം അയക്കാറുണ്ടെന്നും അവൾ തിരിച്ചൊരുപാട് പേർക്ക് പ്രേമലേഖനം കൊടുക്കാറുണ്ടെന്നും ഈ നാട്ടിൽ പാട്ടാണ്ട. ഇപ്പൊ തന്നെ ഈ കിഴവന്റെ നാവിങ്ങി പിഴുതെടുത്താലോ? വേണ്ട തിരുമേനി, ക്ഷമാശക്തി തരണമെന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. എടാ, പുരുഷന്മാർ ചെളി കണ്ടാൽ ചവിട്ടും. അതുകൊണ്ട് ചെളിയിൽ ചവിട്ടി കാലി കഴുകുന്നതിനേക്കാൾ നല്ലത് ഒരു ലൂലാർ ചെരുപ്പ് വാങ്ങി കാലിട്ട് ചെളിയിൽ ചവിട്ടുന്നതാ. എടാ, കുടുംബത്തോടെ പടയൊരുക്കത്തിന് പുറപ്പെട്ടതായിരിക്കും. നിന്റെ മോനാണ് എന്റെ മോക്ക് പ്രേമലേഖനം കൊടുത്തതെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാമടാ. ഹേ, ചൂലെ, ഏത് ദൈവങ്ങളെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യാവടാ. എന്റെ മകനല്ല നിന്റെ മകൾക്ക് പ്രേമലേഖനം അയച്ചതെന്ന്. കളവ് പറയുന്നു. നിന്റെ മോൻ തന്നെയാണ് എന്റെ മോക്ക് പ്രേമലേഖനം അയച്ചത്. എന്റെ മോനെങ്ങനെ ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? പ്രേമലേഖനം എഴുതാൻ ഇവര് എഴുത്തും വായന അറിയില്ലടാ. പറ്റിച്ചേ, വല്യമ്മനെ പറ്റിച്ചേ. ഞാൻ പള്ളിക്കൂടത്തിന്റെ പരിപാടി പോലും കണ്ടിട്ടില്ലല്ലോ. നിർത്താൻ. ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ മടങ്ങി പോകുന്നുണ്ടോ? അതോ എന്റെ ആളുകളെ കൊണ്ട് ഞാൻ തല്ലി ഓടിക്കണോ? തല്ലി നോക്ക്, അപ്പൊ അറിയാം നീ പുരുഷുവിന്റെ ശക്തി. ഞങ്ങളിവിടെ പെറ്റിയെടുക്കാമെന്ന് നല്ലടാ. പോകുന്നതിന് മുമ്പ് നിന്നോട് രണ്ടു വാക്ക് പറയാനാ. എഴുതാത്ത പ്രേമലേഖനത്തിന്റെ പേരിൽ നീ ഞങ്ങളെ നാറ്റിച്ചില്ലേ? എങ്കിൽ കേട്ടോളൂ, ഇനി നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇവനായിരിക്കും, ഈ പുരുഷോത്തമൻ. 336 മണിക്കൂറിനകം ഞാനത് നടത്തും. നീ വാ. അതിനു മുമ്പ് നിന്റെ തലവാട് ഞാൻ കത്തിക്കും. നോക്കിക്കോ. ആമയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോണ ഒരു പുരുഷൻ രൂപം കണ്ടേച്ചാലും മതി. പുരുഷത്വം പൊക്കത്തിലും വണ്ണത്തിലും അല്ല, അത് വേറെ ചിലതാ. എന്താ കാണണോ? അമ്മാവന്മാരായി പോയി, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ.